ലോകത്തിന്റെ 7 വണ്ടേഴ്സും ഒരുമിച്ച് കടലിനടിയിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് കാണാൻ മുങ്ങിക്കപ്പലിലൂടെ ഒരു യാത്ര പോയാലോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമായ മറൈൻ വേൾഡിൽ പുതുതായി ആരംഭിച്ച ഡീപ് വണ്ടേഴ്സ് എന്ന സബ്മറൈൻ റൈഡാണിത്. വെള്ളത്തിനടിയിലെ ഈ വിസ്മയ ലോകത്ത് വിവിധങ്ങളായ മത്സ്യങ്ങളോടൊപ്പം ലോകാത്ഭുതങ്ങളായ താജ്മഹലും ചൈന വൻമതിലും അതിനെല്ലാം പുറമെ ടൈറ്റാനിക്കും ഉൾപ്പെടുന്ന ലോകാത്ഭുതങ്ങളുടെ ലോകത്തേക്കാണ് ഈ യാത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമായ മറൈൻ വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഏരിയ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും പുതുതായി ആരംഭിച്ച ഡീപ് വണ്ടേഴ്സ് എന്ന വെറൈറ്റി ഏരിയ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. 250 രൂപയാണ് ഒരാൾക്ക് ഇവിടെ എൻട്രി ഫീ ആയി വരുന്നത്. അത് അഡൽറ്റിനും കിഡ്സിനും 250 രൂപ തന്നെയാണ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് മുന്നോട്ട് നടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് കുറെ ചെയർ ഇട്ടിരിക്കുന്നത് കാണാം. ഇതാണ് ഡീപ് വണ്ടേഴ്സിന്റെ ഏരിയ. ഡീപ് വണ്ടേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന ആർട്ടുകളും ഇവിടെ ചുവരിൽ കാണാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ റൈഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ആദ്യം കയറുന്നത്. മറൈൻ വേൾഡിന്റെ 5ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് നമ്മൾ പുതിയ റൈഡ് തുടങ്ങിയിട്ടുള്ള ഡീപ് വണ്ടേഴ്സ് എന്നത്. വെള്ളത്തിനടിയിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 7 വണ്ടേഴ്സ്, നമ്മുടെ ലോകാത്ഭുതങ്ങൾ മുഴുവനായിട്ടൊരു വേർഷൻ അത് മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താജ്മഹൽ, പെട്ര, കൊളോസിയം, കുത്തബ് മിനാർ അതിലുള്ളതല്ല, വേറെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ചൈന മതിൽ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാം. ഫിഷുകളുണ്ട്. ഈ 2026 ജനുവരി 1 വീക്കിൽ ഇതിവിടെ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ 7 വണ്ടേഴ്സ് മാത്രമല്ല കേട്ടോ, 8ഓളം വെറൈറ്റി കാഴ്ചകളും സർപ്രൈസായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് ഏരിയ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു പെട്ടകം പോലെയൊക്കെ നമുക്ക് തോന്നാം. ഉള്ളിലേക്ക് കയറുമ്പോൾ 8 പേർക്ക് വീതം ഇരുന്ന് കാണാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു ബട്ടൺ കാണാം. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ യൂസ് ചെയ്യാനുള്ള ബട്ടണാണിത്. അങ്ങനെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് റൈഡ് ആരംഭിക്കുകയാണ്. ആദ്യമായി തന്നെ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയാണ് കാണുന്നത്. പുരാതന അത്ഭുതങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ഏക നിർമ്മിതിയാണിത്. 450ഓളം അടിയാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. തൊട്ടടുത്ത് തന്നെ സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള പുരാതന ശിലയായ ഗ്രേറ്റ് സ്ഫീനിക്സ് ഓഫ് ഗിസയും കാണാം. കൂടാതെ പസഫിക് സമുദ്രത്തിൽ മാത്രം കാണപ്പെടുന്ന മൊവായ് പ്രതിമകളെയും ഭിത്തിയിൽ കാണാം. അങ്ങനെ നമ്മുടെ ലോകാത്ഭുതങ്ങളിലൊന്നായ കൊളോസിയമാണ് അടുത്തത്. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന ആംഫി തിയേറ്ററാണ് ഈ കൊളോസിയം. ഒരേ സമയം 80,000 ആളുകൾക്ക് ഇതിനുള്ളിൽ ഇരുന്ന് മത്സരങ്ങൾ കാണാൻ സാധിച്ചിരുന്നു. കല്ലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ വൃത്താകൃതിയിലുള്ള രൂപകൽപ്പന ഇന്നത്തെ നമ്മുടെ ആധുനിക സ്റ്റേഡിയങ്ങൾക്ക് മാതൃകയാണ്. ഇന്ന് ഇതിന് പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതാപത്തിൻ്റെ അടയാളമായിട്ടാണ് ഇന്നത് നിലകൊള്ളുന്നത്. ഇനി കാണുന്നത് ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് ആണ്. ലോകചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും എന്നാൽ ദാരുണവുമായ അന്ത്യം സംഭവിച്ച ആഡംബര കപ്പൽ. സെവൻ വണ്ടേഴ്സിലെ മറ്റൊരു അത്ഭുതമായ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതി. ഏകദേശം 21,196 കിലോമീറ്റർ നീളമാണ് ഈ കൂറ്റൻ മതിലിന്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും ചൈനീസ് സാമ്രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഈ കൂറ്റൻ മതിൽ 1987 7 വണ്ടേഴ്സിൽ ഇടം നേടിയത്. ലക്ഷക്കണക്കിന് സൈനികരും തൊഴിലാളികളും തടവുകാരും പങ്കെടുത്ത ഇതിൻ്റെ നിർമ്മാണത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലായതിനാൽ ഇതിനെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സെമിത്തേരി എന്നും വിളിക്കാറുണ്ട്. ചൈന വൻമതിലിനോടൊപ്പം തന്നെ ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം ചൈനീസ് ഡ്രാഗൺ ആർട്ട് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിനൊപ്പം അക്വേറിയം കൂടി കാണുന്നതിന് പുതിയൊരു കോംബോ ഓഫർ ലഭ്യമാണ്. മുതിർന്നവർക്ക് 599 രൂപയും കുട്ടികൾക്ക് 499 രൂപയുമാണ് ഇവിടെ ഈടാക്കുന്നത്.
ഇവിടെ വരെ കണ്ടു കഴിഞ്ഞാൽ 2 മിനിറ്റ് റെസ്റ്റാണ്. ടോട്ടൽ ഇതിനുള്ളിൽ 10 മിനിറ്റാണ് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. റെസ്റ്റ് കഴിഞ്ഞ് ആദ്യം കാണുന്നത് നമ്മുടെ കുത്തബ് മിനാറാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നിർമ്മിതിയാണിത്. അടുത്തത് കാണുന്നത് മണലാരണ്യത്തിലുള്ള അതിപുരാതന നഗരമായ പെട്രയാണ്. പാറകളിൽ കൊത്തിയെടുത്ത ഈ നഗരം ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. BC 6-ാം നൂറ്റാണ്ടിൽ നബാത്തിയൻ എന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഈ നഗരം നിർമ്മിച്ചത്. ഇവിടുത്തെ പാറകൾക്ക് ചുവപ്പ് കലർന്ന പിങ്ക് നിറമായതിനാൽ പെട്രയെ റോസ് സിറ്റി എന്നും വിളിക്കാറുണ്ട്. ചൈന, ഇന്ത്യ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള പട്ടുനൂൽ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഈ പെട്ര. മറ്റൊരു ലോകാത്ഭുതമായ ബ്രസീലിയൻ ക്രൈസ്റ്റ് ദ റെഡിമറാണ് അടുത്തതായിട്ടുള്ളത്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രസീലിയൻ കത്തോലിക്ക സഭ സമാധാനത്തിന് വേണ്ടിയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടയാളവുമായിട്ടാണ് ഇത് നിർമ്മിച്ചത്. അടുത്തത് പിന്നെ മുഖവുര പറയേണ്ടതില്ലല്ലോ. ഇന്ത്യയുടെ അഭിമാനവും ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നുമായ താജ്മഹൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 28 തരം കല്ലുകളാണ് ഇവിടുത്തെ മാർബിളുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പേർഷ്യൻ വാസ്തുശില്പിയായ ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇതിൻ്റെ ശില്പി. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ സ്മാരകങ്ങളിലൊന്നായ താജ്മഹൽ ഭാരതീയ, പേർഷ്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ ഒത്തുചേർന്ന അത്ഭുതം തന്നെയാണ്. ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ നിർമ്മിതി ഏകദേശം 22 വർഷം എടുത്താണ് പൂർത്തീകരിച്ചത്. നാല് വശങ്ങളിലും 365 പടികളുള്ള മെക്സിക്കോയിലെ ഷെഷൻ ഇറ്റ്സയാണിത്. യുനെസ്കോയുടെ പൈതൃക കേന്ദ്രം 1988 ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഇത് പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് മെക്സിക്കോയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഏരിയയാണിത്. അവസാന ലോകാത്ഭുതമായ പെറുവിലെ മാച്ചു പിച്ചു ആണ് അടുത്തത്. പെറുവിലെ ലോകപ്രശസ്തമായ ഈ ചരിത്ര സ്മാരകം ഇൻകകളുടെ നഷ്ടനഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഈ അണ്ടർ വാട്ടറിലെ അവസാന സ്റ്റാച്ചു ആയിട്ടുള്ളത് അമേരിക്കയുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള പ്രസിഡന്റുമാരുടെ രൂപങ്ങളാണ്. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തിയോഡർ റൂസ്വെൽറ്റ്, അബ്രഹാം ലിങ്കൻ എന്നിവരാണ് ഇതിലുള്ളത്. ഇനി ഇതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുവാണെങ്കിൽ 1927 നിർമ്മാണം ആരംഭിച്ച് 1941 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഏകദേശം 14 വർഷം എടുത്തു. ഓരോ മുഖത്തിനും ഏകദേശം 60 അടി നീളം ഉയരമുണ്ട്. മീനുകളുടെ ഈ അത്ഭുത ലോകത്തുള്ള 7 വണ്ടേഴ്സും മറ്റെല്ലാ കാഴ്ചകളും ഒന്നിനൊന്നിനും മെച്ചം തന്നെയാണ്. മറൈൻ വേൾഡിൽ വരുന്നവരെന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അറിവും വിനോദവും ഒരുമിച്ച് നൽകുന്ന ഈ വെറൈറ്റി കോൺസെപ്റ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ബുദ്ധി അപാരം തന്നെ അല്ലേ. ഡീപ്പ് വണ്ടേഴ്സിൻ്റെ കാഴ്ചാവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും മറൈൻ വേൾഡിൻ്റെ മറ്റൊരു വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.